നമ്മുടെ സംസ്ഥാനത്തെ ആശുപത്രികളെല്ലാം നമ്പർ 1 എന്നാണ് സംസ്ഥാന സർക്കാർ അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും അതൊന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും ചികിത്സ ലഭിക്കാതെ മടങ്ങേണ്ട അവസ്ഥയിലാണ് കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികൾ. അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാരുടെ കുറവാണ് പ്രതിസന്ധിയാകുന്നത്. പുതിയ ഡോക്ടറെ നിയമിക്കാൻ 4 വർഷങ്ങൾക്ക് മുൻപ് അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ഇതുവരെയും തീരുമാനമായിട്ടില്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ആശുപത്രി വികസന സമിതിയുടെ തീരുമാനം. മലയോര മേഖലയിലെ സാധാരണക്കാരായ നൂറുകണക്കിന് ആളുകളുടെ ഏക ആശ്രയമാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രി. എന്നാൽ അപകടത്തിൽ പരിക്കേറ്റവരെയും പ്രസവ കേസുകളും എത്തിയാലും വേണ്ടത്ര ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യേണ്ട അവസ്ഥയാണ്. ഉച്ചയ്ക്ക് OP കഴിയുന്നതോടെ ഡോക്ടർമാർ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങും. പിന്നീട് അത്യാഹിത വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നും തിക്കിത്തിരക്കി ചികിത്സയ്ക്കായി മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട സാഹചര്യവുമുണ്ടെന്നും രോഗികൾ പറയുന്നു. ഇത്രയും രോഗികൾ ഇവിടെ വന്നിട്ട് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഈ കാത്തു നിന്ന് കാണിച്ച് പോകുന്നത്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് വല്ല ഇടപെടലുകളും നടത്തണമെന്നാണ് എനിക്ക് പറയുന്നത്. 1 മണിക്കൂറോ അതിലധികമൊക്കെ കാത്തു നിൽക്കേണ്ട സാഹചര്യങ്ങൾ കൊച്ചു കുട്ടികളായിട്ട് വരുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഇത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. 4 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. അരവിന്ദൻ പറഞ്ഞു. ഒരു ഡോക്ടറെ വെക്കാൻ 4 വർഷമായി കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് നമ്മുടെ ശ്രീമതി വീണ ജോർജിൻ്റെ ആഫീസിൽ കെട്ടിക്കിടക്കുക. ഒരു നയാ പൈസ ചെലവില്ല. ആ നയാ പൈസ ചെലവില്ലാതെ ഗ്രാമപഞ്ചായത്ത് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. രോഗികളുടെ തള്ളിക്കയറ്റമാണ് ആശുപത്രിയിൽ നടക്കുന്നതെന്നും സർക്കാർ തലത്തിൽ തീരുമാനമെടുത്ത് ഡോക്ടറെ ഉടൻ നിയമിക്കണമെന്നും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK കൗസർ ആവശ്യപ്പെട്ടു. ഇവിടെ വരുന്ന രോഗികൾക്ക് ഇവിടെ കാഷ്വാലിറ്റിയിൽ 150ഉം 200ഉം ആളുകളൊക്കെ ഒരേ സമയത്ത് അവിടെ ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നിപ്പോൾ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും ഒക്കെ പ്രമേയം എടുത്തുകൊണ്ട് ഗവൺമെൻറ്റിലേക്ക് കാഷ്വാലിറ്റിയിലേക്ക് ഒരു ഡോക്ടറെ കൂടി നിയമിക്കണം. ഗ്രാമപഞ്ചായത്ത് ശമ്പളം കൊടുത്ത് ഒരു ഡോക്ടറെ നിയമിക്കാൻ വേണ്ടി നമ്മൾ ആരോഗ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചതാണ്. പക്ഷേ ഇതുവരെയും ആ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ദിനംപ്രതി 100 കണക്കിന് രോഗികൾ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നുണ്ടെങ്കിലും ചികിത്സയ്ക്കായി മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. ചികിത്സ വൈകുന്നതോടെ മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയുമുണ്ട്. അതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റിയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് ആശുപത്രി വികസന സമിതി. മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഈ ഡോക്ടർമാരുടെ കുറവ് പ്രധാനപ്പെട്ട ഒരു കാരണമായി എടുത്തു പറയുന്നുണ്ടെങ്കിലും മറ്റു കാരണങ്ങൾ കൂടിയുണ്ട് ഇത്തരത്തിൽ രോഗികൾക്ക് ചികിത്സ കൃത്യസമയത്ത് കിട്ടാതിരിക്കാൻ ഒരു കാരണമാകുന്നതായിട്ട്. പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളെ വൈദ്യപരിശോധനയ്ക്കായി എത്തിക്കുന്നതും ചികിത്സ വൈകാൻ കാരണമാകുന്നുണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട്. ജനപ്രതിനിധികൾക്കും സമാനമായ അവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ കൂടി. ഒരു ഡോക്ടർമാരെ ദിവസവും കാഷ്വാലിറ്റിയിൽ നിയമിച്ചുകൊണ്ട് മാത്രമേ ഈ ഹോസ്പിറ്റലിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ. ഇപ്പം പോലീസുമായി ബന്ധപ്പെട്ട കേസുകൾ, താമരശ്ശേരി ചുരത്തിൽ നടക്കുന്ന അപകടങ്ങൾ, ഒരുപാട് കേസുകൾ വന്ന് ഇവിടെയുള്ള ഒരു ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ മലയോര മേഖല ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ്. അപ്പോൾ ഏറ്റവും പാവപ്പെട്ട ആളുകൾ ആണ് കൂടുതൽ അവിടേക്ക് വരുന്നത്. അപ്പോൾ മറ്റുള്ള ആളുകളൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ആശ്രയിച്ച് പോകുമ്പോൾ ഒരുവിധം ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ആ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ജനപ്രതിനിധികളായ പലർക്കും അവിടുന്ന് ഇത്തരം ദുര്യോഗങ്ങളായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ ഉപ്പനെയും കൊണ്ടുപോയ സമയത്ത് എൻ്റെ ഉപ്പ ഒരു കോമ സ്റ്റേജിൽ ഞാൻ അവിടെ പോയ സമയത്ത് എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ നഴ്സുമാരുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സൂപ്രണ്ടിനെ പോലും ഒരു മാനിക്കാത്ത രൂപത്തിലുള്ള പെരുമാറ്റം.